ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL സെൽഫ് കെയർ നമ്മുടെ പോർട്ടലിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, നിങ്ങൾ ഇപ്പോൾ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്നവരും അതുപോലെ ഫൈബർ ഉപയോഗിക്കുന്നവർക്ക് അറിയേണ്ടായിരിക്കും നമ്മുടെ ബില്ലും നമ്മുടെ ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഈ BSNL സെൽഫ് കെയർ എന്ന സൈറ്റിലാണ് വരിക. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് സ്പീഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് കാണാൻ പറ്റും. 21 പിങ് വരുന്നുണ്ട്, ഡൗൺലോഡ് 55 അതുപോലെ അപ്ലോഡ് 55 സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് BSNL സെൽഫ് കെയറിലേക്ക് കിടക്കാം. BSNL സെൽഫ് കെയർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് BSNL സെൽഫ് കെയർ എന്താ അറിയാത്തവർക്ക് ഇത് ഒരു പോർട്ടലാണ്. നമ്മുടെ ഈ ബ്രോഡ്ബാൻഡ് ഡീറ്റെയിൽസും അതുപോലെ ബില്ല് വരുന്നതൊക്കെ ഇതിലാണ് വരിക. പേയ്മെൻറ്റ് നമുക്ക് ഇത് കൂടെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്ലാൻ ചേഞ്ചിങ് ആ ഡീറ്റെയിൽസ് ഒക്കെ ഫുൾ ഇതിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു സൈറ്റാണിത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇമെയിൽ ID വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോഗിൻ, നമുക്ക് യൂസർ നെയിമോ പാസ്വേഡോ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യണം. നമുക്ക് ആദ്യം സൈനപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇത് സൈൻ ഇൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പേര് വന്നിട്ടുണ്ട്, അതുപോലെ സർവീസ് ആയിട്ട് വെച്ചാൽ രണ്ടെണ്ണം വന്നിരിക്കുന്നത് വെച്ചാൽ ഒരെണ്ണം നമ്മുടെ ഫൈബറിൻ്റെ ഉണ്ടാക്കും, ഇവിടെ ഭാരത് ഫൈബറും ഒരെണ്ണം ഭാരത് ഫൈബർ വോയിസുമാണ്. ഇത് വോയിസ് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കില്ല. ഇത് ഇങ്ങനെയല്ല വരുന്നത്. ഫസ്റ്റ് നമുക്കിതിൽ ഇത് ആഡ് ചെയ്താലേ ഈ സംഭവം വരുള്ളൂ. നമ്മൾ ഈ വയർ ലൈനിൽ പോയിട്ട് നമ്മളിത് ആഡ് കസ്റ്റമർ അക്കൗണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കസ്റ്റമർ ID അത്യാവശ്യമില്ല, പക്ഷേ നമുക്ക് ഈ ബില്ലിംഗ് അക്കൗണ്ട് നമ്പർ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടാവില്ല, 2 ദിവസം പിടിക്കാൻ കിട്ടാൻ. അപ്പോൾ നമ്മളത് വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ ആ നമ്പർ ID പറഞ്ഞു തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബിൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ലോഡിങ് ആവട്ടെ. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സൈറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾ എത്ര ഫാസ്റ്റ് നെറ്റ് ഉപയോഗിച്ചാലും കുറച്ച് സ്ലോ ആണ്. അത് സെർവറിൻ്റെ ഇഷ്യൂ ഒന്നുമുണ്ട്. ഇപ്പോൾ BSNLൻ്റെ ഫുൾ ആപ്പും എല്ലാം ഇതുപോലെ തന്നെയാണ്, കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ ടൈം എടുക്കുന്നുണ്ടോ, അത് നെറ്റിൻ്റെ കുഴപ്പമില്ല. ഏത് നെറ്റിൽ കൂടെ കയറിയാലും ഇങ്ങനെ തന്നെയാണ് അതിന് വരെ. ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ പ്രൊഫൈൽ പേജ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഗോ ഇനിഷ്യേറ്റീവ് എന്നാണ്. അപ്പോൾ 10 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്ന പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടാണ്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ബില്ല് വന്നിട്ടില്ല, എന്താണോ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റും എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 0 കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പേ ചെയ്തു. അപ്പോൾ എനിക്ക് 1 മന്തിന് മുമ്പ് ബില്ല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനായിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മാനേജ് അക്കൗണ്ട് കാണാൻ പറ്റും, ഇവിടെ മൈ അക്കൗണ്ട്, അതുപോലെ മൈ സർവീസ്, മോഡിഫൈ സർവീസ്, ചേഞ്ച് ഓഫ് താരിഫ് പ്ലാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താരിഫിൽ കൂടെ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ബില്ലിംഗ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇവിടെ ടെക്നിക്കൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ബില്ലിംഗ് പ്രൊഫൈൽ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ ബിൽ ആൻഡ് പേയ്മെൻറ്റ് നമുക്ക് വ്യൂ ബില്ല് നോക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് തുറക്കുമ്പോൾ ഓപ്പണിംഗ് വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ മൈ യൂസേജ് കാണണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ലോയൽറ്റി പോയിൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പുതിയ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നത്, അതും ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു ഫുള്ളി ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളൊരു ആപ്പല്ല, സൈറ്റ് എന്ന് പറയാം. ശരിക്കും ഒരു ആപ്പുണ്ട്, പക്ഷേ അത് വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിൽ മീഡിയ. നമുക്ക് ഇമെയിൽ വേണോ അതോ പ്രിൻറ്റ് ബില്ല് വേണോ, രണ്ടിൻ്റെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഇമെയിൽ മാത്രം മതി എന്ന് വെച്ചാൽ നമുക്ക് ആ ബില്ലിംഗ് മീഡിയയിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം, ഇവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ബില്ല് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ പ്ലാൻ മാറ്റണം വെച്ചാൽ മോഡിഫൈ സർവീസ് എടുക്കുക, അതിൽ ചേഞ്ച് ഓഫ് താരിഫ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പോൾ വോയിസ് പ്ലാൻ ചേഞ്ച് ചെയ്യണം പറ്റും. അപ്പോൾ നമുക്ക് ഡിക്ലറേഷൻ ഇത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സർവീസ് ടൈപ്പ് ചോദിക്കും. നമ്മുടെ ഫൈബർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ള പ്ലാൻ ഇതാണ്, ഭാരത് ഫൈബർ സൂപ്പർ സ്റ്റാർ 3 അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഒരു ഇങ്ങനെ കറങ്ങാനെന്ന് വെച്ചാൽ ഇവരുടെ സൈറ്റിൻ്റെ കുഴപ്പമാണത്. ചില സൈറ്റിന് സെർവർ ഇഷ്യൂ ഉണ്ടായിരിക്കും, എന്ന് വെച്ചാൽ സെർവർ നല്ല സ്ലോ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് നെറ്റിൻ്റെ കുഴപ്പമില്ല. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പുതിയ പ്ലാൻ, ഇപ്പോൾ എൻ്റെ ഏരിയയിൽ പുതിയ നമ്മുടെ അൺലിമിറ്റഡ് പ്ലാൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിപ്പോൾ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരായിരുന്നു. ഞാൻ കുറേ പ്രതീക്ഷിച്ചു കുറേ പുതിയ ഈ പ്ലാൻ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൊടുക്കുന്നത് 779 ആണ്. അതിൽ 300 GB 50 MB/s സ്പീഡ്. അപ്പോൾ 779 പറഞ്ഞാൽ പുതിയ പ്ലാൻ അവർ ഇറക്കിയിട്ടുണ്ട്. അതിലാണെങ്കിൽ 100 MB/s അതുപോലെ 3000 GB+
മന്ത്ലി ഉണ്ട്. ഇതെൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന സ്പീഡാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ സ്പീഡാവുമല്ലോ. അപ്പോൾ അതായിരുന്നു. പക്ഷേ അതെല്ലായിടത്തും വന്നില്ല. ഇനി വരുമോ എന്നറിയില്ല. ഒരു ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ലോഡാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ലോഡായിട്ട് നമുക്ക് ആ പേജ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ കാണാം. സെലക്ട് പ്ലാനിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാൻ ഒരു 2 days 3 days ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇവിടെ ഓൾഡ് പ്ലാൻ ID ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ ഇപ്പോൾ പ്ലാൻ ഇവിടെ കാണാണ്ട്, ഒരു റിവൈസ്ഡ് പ്ലാൻ, അതുപോലെ കോംബോ ആയിട്ട് ഇവരെ കുഴപ്പമെന്ന് ചെയ്ത് നോക്കി നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നത് വെച്ചാൽ IDയിലും നമ്മുടെ എലിജിബിൾ പ്ലാൻ ഓപ്ഷനിലും ഡീറ്റെയിൽസ് ഭയങ്കര കുറവാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്താലും വലിയ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇവരുടെ. നമുക്ക് ശരിക്കും ID അറിയാമെങ്കിൽ സുഖമായിട്ട് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് പണിയാണ് പുതിയ പ്ലാനും നമ്മുടെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കൊടുത്തിട്ടുണ്ട്. കോംബോ പ്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇവിടെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ കുറേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഓഫീസിനെ ബന്ധപ്പെടാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മന്ത്ലി പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്യുക. ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് സാധനം ആക്ടിവേറ്റ് ആകും. അങ്ങനെയാണ് ചേഞ്ച് ആവുക. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നമുക്ക് ഈ ഇതിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളാണ്. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വെച്ചപ്പോൾ ബില്ലിംഗ് നമ്മളിപ്പോൾ ടെക്നിക്കൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലയിൻറ്റിൽ വന്നതുകൊണ്ട് ബില്ലിംഗ് നമ്പർ വന്നു. അതുപോലെ നമുക്ക് ഇപ്പോൾ ടെലിഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. അതുപോലെ റീസൺ ഫോർ കംപ്ലയിൻറ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ആവും. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് രജിസ്റ്റർ നോക്കിയപ്പോൾ എനിക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 2 മണിക്കൂറിൽ ഒരു 4 മണിക്കൂറിനിടയിൽ നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സുമാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു കംപ്ലയിൻ്റ് കാണുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് തോന്നുന്നുണ്ട്. എന്നാലും നമ്മൾ പണ്ടത്തെ BSNL ആണെങ്കിൽ അവർ കാണില്ല, അത് കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഗുണം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ 2-3 വട്ടം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഹോട്ട്സ്റ്റാറിനെ കുറിച്ച് എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞതിന് മുമ്പ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഹോട്ട്സ്റ്റാറിൻ്റെ 1 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് ചെയ്ത് നോക്കി. അതുപോലെ കുറച്ച് കാര്യത്തിന് കംപ്ലയിൻറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ റെസ്പോൺസ് വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. ഡെയിലി തന്നെ റെസ്പോൺസ് അവിടെ നിന്ന് കോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ BSNL സബ്സ്ക്രൈബറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.